ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബേട്ടി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. കേട്ടോ, അപ്പോൾ ഇത് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഇതാണ് സിപ്പി. സിപ്പിയുടെ ഒറിജിനൽ പേര് ജ്യോതിക. പ്രഭുവിന്റെ അനിയത്തിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ വെൽ ഡസ് മൈ സിസ്റ്റർ ഇൻ ലോ നോ മീ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന പ്രഭുവാണ്. പ്രഭു ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കം ഓൺ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രഭു. So, are you a tea or a coffee person? She is a tea and a coffee person. മൂഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ബട്ട് ഞാൻ കോഫി ലവർ ആയത് കാരണം വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നിച്ച് പല ടൈപ്പ് ഓഫ് കോഫിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഷീ ഈസ് ഓൾസോ എ ടീ പേഴ്സൺ ടു. രണ്ടും ഇഷ്ടം എനിക്ക്. So, is Sippy an early morning person or a late night person? ലേറ്റ് നൈറ്റ് പേഴ്സൺ ആണ്. പക്ഷെ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ രാവിലെ എണീക്കുന്നതും കാണാം. 5 മണിക്ക് കിടന്നുറങ്ങി 8 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് എണീക്കുന്നതും കാണാം. പക്ഷേ അതന്നെ കറക്റ്റാണ്. Is Pooja a sweet person or a spicy person? സ്പൈസി പേഴ്സൺ. ഷീ ലവ്സ് ടീ. നോ. Is Pooja like sweet or spicy? അങ്ങനെ ഷീ ലൈക്സ് ബോത്ത്. വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്പൈസ് കഴിക്കുന്ന പൂച്ചയാണ്. പക്ഷേ ഷീ ലവ് സ്വീറ്റ്സ് ആസ് വെൽ. അമ്മയും പൂച്ചയും കോമ്പറ്റീഷൻ ആണ് സ്വീറ്റ്സിന് വേണ്ടിയിട്ട്. അതും ബോത്ത്. ഓക്കെ, എല്ലാം കറക്റ്റ് ആട്ടാ. Okay. Is Sippy a shopping person or a sleeping person? ഷോപ്പിംഗ്. ഇനിയിപ്പോ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ എന്താണ്, അതെ, ആമസോണിലും കണ്ട സൈറ്റുകളായ സൈറ്റിലൊക്കെ, ഇറങ്ങാത്ത സൈറ്റിൽ വരെ കയറിയിരുന്ന് ഇങ്ങനെ സെർച്ച് ചെയ്യലാണ് പരിപാടി. പോവാറുണ്ടോ? ആര്? Sippy. പോവാറുണ്ട്. എന്നിട്ടോ? വാങ്ങിയില്ലെങ്കിലും ഒരുപാട് സാധനങ്ങൾ നോക്കാറുണ്ട്. നോക്കിയിട്ട് ഇറങ്ങി വരും. പിന്നെ കുറെ വാങ്ങിക്കൂട്ടും. ചിലപ്പോ യൂസ് ചെയ്യില്ല, അവിടെ ഇട്ടിട്ട് പോവും. ഞാനായിരിക്കും അത് എടുക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെയാണ് സിപ്പിയുടെ കാര്യം. അതെ കറക്റ്റ്. അപ്പൊ ഗൈസ്, ഒരു കാര്യം, എന്താണ്, സിപ്പി ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു വൈബ് അത്യാവശ്യം മാച്ചാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ചേച്ചിയുടെ മാരേജും അതേ ടൈമിലായിരുന്നു. അപ്പോൾ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി. അവിടെ സിപ്പി മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് ഒരു കണക്ഷൻ വന്നു. കാരണം സിപ്പിയുടെ അടുത്ത് ഞാൻ വലിയ കാര്യത്തിൽ അടുക്കളയിലൊക്കെ പോയിട്ട് സിപ്പി എല്ലാ സാധനങ്ങളും എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, എന്തോ പിറ്റേന്നെല്ലാം ഞാനാണ് ചെയ്യുന്ന പോലെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും എവിടെയാണ് ഇരിക്കുന്നത് ഒക്കെ പറഞ്ഞ് സിപ്പി ഇവിടെ ഉപ്പും മുളക് അങ്ങനെ എല്ലാം കാണിച്ചൊക്കെ തന്നു. അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഒരു എന്താണ് അഡ്വൈസും കൂടി തന്നു സിപ്പി. അതിൻ്റെ എക്സാക്ട് വേർഡ്സ് എനിക്ക് ഓർമ്മയില്ല. സിപ്പി പറഞ്ഞു, എല്ലാം ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, പണി പുറകെ വരും, ഒന്നും ചെയ്യണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്ത്. അങ്ങനെ ഉള്ള കാര്യമാണ്. നമ്മൾ പണി എടുക്കാൻ പോയാലാണ് നമുക്ക് വീണ്ടും വീണ്ടും പണി കിട്ടാൻ പോകുന്നത്. സീരിയസ്ലി. അതിപ്പോ ചേട്ടൻ്റെ അടുത്താണെങ്കിലും ചേച്ചിയുടെ അടുത്താണെങ്കിലും, അയ്യോ എനിക്കറിയില്ല ഇതെങ്ങനെ ചെയ്യണം, അങ്ങനെ നിന്നെങ്കിൽ ഒരു പണി പോലും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ക്ലാസ് ഒക്കെ എടുത്ത് ഭയങ്കര ഒരു കംഫർട്ടിലാക്കിയതും ഒക്കെ സിപ്പിയാണ്. പിന്നെ അത്യാവശ്യം എല്ലാ എന്താ പറയാ, പാർട്ട്ണർ ഇൻ ക്രൈം ക്രേസിനെസ്സിനൊക്കെ കൂട്ടു നിൽക്കുന്ന സിപ്പിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കണക്ഷൻ ആയത്. പൂജ ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി പേടിയായിരുന്നു. പൂജ ചേച്ചി വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും, എങ്ങനെ പിന്നെ ശരിക്കും. പക്ഷെ വേഗം നിന്നാണ് ക്ലിക്ക് ആയത് ഞങ്ങൾ തമ്മിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay. So, പൂജ ഡെയിലി കുക്ക് ചെയ്യുന്ന ടൈപ്പ് പേഴ്സൺ ആണോ അതോ ഡെയിലി ക്ലീൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പേഴ്സൺ? റേറായിട്ടേ ക്ലീൻ ചെയ്യാറുള്ളൂ, റേറായിട്ടേ കുക്ക് ചെയ്യാറുള്ളൂ. ശുഭം. ഓക്കെ. സിപ്പിക്ക് സിമ്പിൾ ഫുഡ്സ് ആണോ ഇഷ്ടം അതോ ഫാൻസി ഫുഡ് ആണോ ഇഷ്ടം? സിപ്പിക്ക് അങ്ങനെ ചോദിച്ചാൽ എല്ലാം തിന്നും. പക്ഷെ ഹോസ്റ്റലിൽ നിന്ന് വരുന്നതുകൊണ്ട് വലിയ വലിയ സാധനങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിൽ തിന്നാനാണ് സിപ്പിക്ക് ഇഷ്ടം. വലിയ ബർഗർ, ഡബിൾ പാറ്റി, ട്രിപ്പിൾ പാറ്റി ഒക്കെ അങ്ങനെ കടിച്ചു തിന്നും. അങ്ങനെ. പൂജയ്ക്ക് ഗസ്റ്റ് വീട്ടിലുള്ളതാണോ അതോ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണോ ഇഷ്ടം? ഒരു ഡൗട്ടും ഇല്ല. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ സോറി, എല്ലാവർക്കും വരാം, പക്ഷെ കുഴപ്പമൊന്നുമില്ല. സിപ്പിക്ക് എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ ഇഷ്ടം അതോ ഗോയിങ് വിത്ത് ദ ഫ്ലോ, ആ ഒരു സംഭവമാണോ ഇഷ്ടം? ഗോയിങ് വിത്ത് ദ ഫ്ലോ. വരണത് വരും, പോണത് പോവും. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. ഇൻ കേസ് നമ്മളൊക്കെ പ്ലാൻ ചെയ്താലും അത് പൊട്ടിപ്പോകും. ഇപ്പോൾ നടക്കില്ല എന്താണെങ്കിലും. ഇമ്പൾസ് ട്രിപ്പ്, ഇമ്പൾസ് ഡിസിഷൻസ്, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ. ശരിക്കും അത് എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ഒരിക്കലും നടക്കാൻ പോകില്ല.
ലൈഫിലാണെങ്കിലും അല്ലാതെ കാഷ്വൽ തിങ്സിലാണെങ്കിലും. അഡ്വൈസ്. പൂജയ്ക്ക് കാശ് സേവ് ചെയ്യാനാണോ അതോ സന്തോഷങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണോ ഇഷ്ടം? അതായത് സേവിങ് മണി ആണോ താല്പര്യം അതോ സ്പെൻഡിങ് ഓൺ ഹാപ്പിനെസ് ഓൺ ഹോളിഡേ അതൊക്കെയാണോ താല്പര്യം? നല്ല ക്വസ്റ്റ്യൻ. അറിയില്ല അല്ലേ? അറിയില്ല, പക്ഷെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട. വാങ്ങാൻ ഇഷ്ടമാണ്, പക്ഷെ സേവ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. സേവ് ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ജീവിതം എന്നുള്ള ഗൈസ് നമ്മൾ ചെലവാക്കണം. ഇത് ഞാൻ ആൻസർ ശരിയാണോ തെറ്റാണോ പറയട്ടെ? ഇത് ആൻസർ അങ്ങ് സിപ്പിക്ക് കൺഫ്യൂഷൻ ആണ്, കാരണം അത്ര ഐഡിയ ഇല്ല. സേവ് ചെയ്യാൻ ഫസ്റ്റ് ഞാൻ പ്രിഫറൻസ് സന്തോഷത്തിനാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വല്ല ബാലൻസ് വന്നാലേ സേവ് ചെയ്യുള്ളൂ. ബാലൻസ് ഒന്നും കാണാറില്ല ഗൈസ്. അപ്പോ ഞാൻ അത് സന്തോഷത്തിന് വേണ്ടി ചെലവാക്കാറാണ്. സന്തോഷം മുഖ്യം. ഇനി കുറച്ച് സ്പീഡായിട്ട് നമ്മൾ റാപ്പിഡ് ഫയർ പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വേഗം വേഗം ആൻസർ പറയണം, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ബോറടിക്കും. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ വേഗം ദേഷ്യം വരുന്നത്? നിങ്ങൾ ആക്ഷൻ കാണിച്ചാൽ മതി. സിപ്പി രണ്ടുപേർക്കും വരും, പക്ഷെ എന്താണ് സിപ്പി ഫസ്റ്റ് റിയാക്ട് ചെയ്യും. ഹു ഓവർ തിങ്സ് മോർ? ഞാൻ തന്നെ. ഗേൾസ് അല്ലേ? അതെ, എല്ലാരും. Who is more emotional? ഞാനായിരിക്കും. Who forgets things easily? Both. Who talks more? Me. മൈക്ക് വേണ്ട, നീ ആക്ഷൻ കാണിച്ചാ. Me. ഓക്കെ. ഡു യു റിയലി നോ മീ എന്നാണ് ഈ സെഷന്റെ പേര്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടുപേർക്കും ഉത്തരം പറയാം. ഞാൻ തരാമോ? അപ്പൊ വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? രണ്ടുപേർക്കും ഉത്തരം പറയാം. സിപ്പയുടെ ബിഗ്ഗസ്റ്റ് ഫിയർ പൂജയും, പൂജയുടെ ബിഗ്ഗസ്റ്റ് ഫിയർ സിപ്പിയും പറയാം. ബിഗ്ഗസ്റ്റ് ഫിയറാ? നന്നായിട്ട് വർക്ക് ആവും. സിപ്പിയുടെ ബിഗ്ഗസ്റ്റ് ഫിയർ എനിക്കറിയില്ല. വല്ല കോസ്മെറ്റിക്സ് വാങ്ങിക്കാൻ പൈസ കഴിയാതെ വരുന്നതായിരിക്കും. കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പറ്റുന്നതായിരിക്കും. പൈസ ഇല്ലായ്മ ഒരു പേടി തന്നെയാണ്. പൂജയ്ക്കും പൈസ ഇല്ലായ്മ. എന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ പറഞ്ഞില്ല. പറഞ്ഞു. എന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ കാശില്ലാണ്ട് വരുന്നത്, ഭാവിനെ പറ്റിയിട്ട്, ഫ്യൂച്ചർ ഏറ്റവും പേടി. അതെ, ഞാൻ കറക്റ്റ് ആലോചിച്ചിട്ടില്ല. ഒരുപാട് ഫിയർ ഉള്ളതുകൊണ്ട് ഏതാണ് ബിഗ്ഗസ്റ്റ് എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അതിൽ പെടും. വൺ ഫുഡ് ഐ സീക്രറ്റ്ലി ഡിസ്ലൈക്ക് ബട്ട് ഐ സ്റ്റിൽ ഈറ്റ്. ഇഷ്ടമല്ലാത്ത സാധനമായിരിക്കും, പക്ഷെ ആരോടൊന്നും പറയാൻ നിൽക്കാറില്ല, അത് കഴിക്കും. പാവയ്ക്ക? അല്ല, പാവയ്ക്ക അത്യാവശ്യം എനിക്ക് ഇഷ്ടം, ഞാൻ കഴിക്കും. സിപ്പി തോറ്റ. പടവലങ്ങ? എനിക്കറിയില്ല. പടവലങ്ങ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിക്കുകയില്ല. വെജിറ്റബിൾസ് ആകെ കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ. അത് ഒന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ കഴിക്കും. സിപ്പിന്റെ വീട്ടിലെ നോർമൽ ഭക്ഷണം അല്ല, ഞാൻ കഴിക്കൂട്ടെ. എനിക്ക് ഇഷ്ടം. എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല, പക്ഷെ ഇന്നലെ ഞാൻ കഴിക്കും. പൂജയുടെ മോസ്റ്റ് കോമൺ ഡയലോഗ് എന്താ വീട്ടില്? അതുപോലെ തന്നെ സിപ്പി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡയലോഗ്? എന്താ, അങ്ങനെയൊക്കെ തന്നെയാ. വാ, മടി പിടിച്ചിരിക്കല്ലേ, വീഡിയോ എടുത്താ. സിപ്പിന്റെ ഡയലോഗ് അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. ചേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോവാം. ആ ജോബ് ഇവിടെ നിപ്പുണ്ട്, എല്ലാത്തിന്റെ ഇടയിൽ പെട്ട് കിടക്കുന്ന ജോബു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജോബു. Who do I talk the most in the family? ഇപ്പൊ ഏറ്റവും കൂടുതൽ ആരോട് സംസാരിക്കുന്നത് പോലെ പൂജ ഏറ്റവും കൂടുതൽ ആരുടെ ഫാമിലിയില്? സിപ്പി എല്ലാരോടും സംസാരിക്കും. ടീ ഒക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത്, ചേച്ചിയുടെ അടുത്ത്, പ്രഭു ഉണ്ടെങ്കിൽ പ്രഭുവിന്റെ അടുത്ത് മെയിൻ ആയിട്ട്. അങ്ങനെ പൂജേച്ചി ചേട്ടൻ്റെ അടുത്ത്, ഞാൻ ചേട്ടൻ്റെ അടുത്ത്. പിന്നെ ഇവരൊക്കെ ടീ ഉണ്ടെങ്കിൽ. നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ സ്റ്റബേൺ ആയിട്ട് ഉള്ളത് ആരാ? സിപ്പി. സിപ്പി വീട്ടിലെ എല്ലാരോടും ആ സ്റ്റബേൺനെസ് കാണിക്കും. ഞാൻ എല്ലാരോടും കാണിക്കാൻ ഉള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ പ്രഭുവിന്റെ അടുത്ത് കാണിക്കാറുള്ളൂ. അതെ, ഞാൻ തന്നെ.
ഞങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ തന്നെ. വിശന്നിരിക്കുമ്പോ ഏത് മൂഡായിരിക്കും? ഭയങ്കരമായിട്ട് വിശക്കുമ്പോഴത്തേക്കും ദേഷ്യം വരുമോ, സങ്കടം വരുമോ, അതോ അങ്ങനെ? പൂജയ്ക്ക് ഏറ്റവും വിശക്കുമ്പോ എന്തായിരിക്കും മൂഡ്? പൂജേച്ചിക്ക് വിഷമാണ്. പൂജേച്ചി ഇങ്ങനെ പക്ഷെ ഞാൻ ആണെന്ന് തോന്നുന്നു. ദേഷ്യത്തിനേക്കാളും കൂടുതൽ അല്ല ദേഷ്യം വരാറില്ല, വിശക്കുമ്പോ ദേഷ്യം വരാറില്ല. ഒരു വിഷമം, ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും പിന്നെയും. സിപ്പിക്ക് എനിക്ക് തോന്നുന്നു എന്താണ് വിഷമത്തിനെ കാട്ടി ബാക്കിയുള്ളവരോട് ദേഷ്യം കൂടുമായിരിക്കും തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. അതെ അതെ ആണ്. Am I good at keeping secrets? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. പൂജ ചേച്ചി ചേട്ടനോട് പറയാൻ ചാൻസ് ഉണ്ട്. ഞാൻ മിക്ക കാര്യങ്ങളും പൂജ ചേച്ചി പറയാറുണ്ട്. അതൊക്കെ ചേട്ടൻ അറിയാമെന്ന് തോന്നുന്നു. എന്നോട് നേരിട്ട് പറയാൻ വിഷമമുള്ള കാര്യങ്ങൾ പൂജയെ അറിയിച്ചാൽ മതി. അറിയിക്കാറുണ്ട്. അതൊക്കെ അങ്ങോട്ടേക്ക് എത്താറുണ്ടെന്നും തോന്നുന്നു. സിപ്പി സീക്രട്ട് കീപ്പർ ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതിന്റെ ആൻസർ. പക്ഷെ ഞാൻ പറയുന്ന സീക്രറ്റ് ഒക്കെ വെക്കുമായിരിക്കും. പക്ഷെ ഇതൊക്കെ ആരുടെ അടുത്ത് പറയാൻ? അതെ വലിയ ഐഡിയ ഇല്ല. വാട്ട് ഡു യു തിങ്ക് ഇസ് മൈ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്? അതായത് പൂജയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് സിപ്പി പറയണം, സിപ്പിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് പൂജ പറയണം. മഞ്ജുവിന്റെ പെണ്ണാണ്, പ്രഭുവിന്റെ പെണ്ണാണ്. ഏറ്റവും വലിയ കരുത്ത് ഒരാണോ? പൂജ ചേച്ചി പ്രഭുവിന്റെ പെണ്ണാണ്. ഓക്കെ, പ്രഭുവിന്റെ അനിയത്തി അല്ല. പ്രഭു അത് കണ്ടിട്ടില്ല, റീൽസ് ആണ് ഇരുന്ന് പറയണത്. അതാ. ഓക്കെ, എന്താണ് സ്ട്രെങ്ത് അല്ലേ? പൂജേച്ചിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് പൂജേച്ചി വേണ്ടത് പറയും. ലൈക്ക് നമ്മളൊക്കെ ആണെങ്കിൽ ഒന്നും മടിക്കും, പക്ഷെ പൂജേച്ചിക്ക് വേണ്ടത് അപ്പൊ തന്നെ നേടിയെടുക്കും. അത് നല്ലൊരു പോയിന്റാണ്, പ്ലസ് പോയിന്റ്. പോസിറ്റീവ് അതൊക്കെ ഞാനിങ്ങനെ ആയിക്കോട്ടെ അത് അതിൻ്റെ ഫ്ലോ ഒക്കെ അങ്ങ് പോകും. പക്ഷെ പൂജേച്ചി വേണ്ടത് കരുത്തോടെ പറയും. കറേജ് ആണ് സിപ്പിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല്. എന്താണ് വീട്ടിലെ എന്താ പറയാ, തേർഡ് ചൈൽഡ് ആണല്ലോ. മൂത്ത 2 പേർക്കും കിട്ടാത്ത ഒരുപാട് ഫ്രീഡോ ഒരുപാട് സംഭവങ്ങളൊക്കെ സിപ്പിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നേടിയെടുത്തത് സിപ്പിയുടെ ആ ഒരു റിബലും ആ ഒരു എന്താണ് ഇതൊക്കെ കാരണമാണ്. പക്ഷെ അത് നമ്മൾ ആ ഒരു ഏജില് മോശമാന്നൊക്കെ ചിലപ്പോൾ പുറമെ നിന്ന് കാണുന്നവർക്ക് തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും അങ്ങനെയൊക്കെ ആയാലാണ് ഒന്ന് എൻജോയ്മെന്റ് കിട്ടുള്ളൂ. അല്ലേ, ലോകം കാണും. അല്ലെങ്കിൽ പൂജേച്ചിയുടെ കൊച്ചിനും ചേച്ചിയുടെ കൊച്ചിനും ഒക്കെ മേമേനെ അപ്പച്ചനൊക്കെ പറ്റി പറയുമ്പോ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? ഇത് പ്ലെയിൻ ഇട്ടിരുന്നെങ്കിൽ എന്തോ രസമില്ലല്ലോ. അവരൊക്കെ വലുതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ എനിക്ക് മേമേനെ പോലെ ആവണം, എനിക്ക് അപ്പച്ചീനെ പോലെ ഒക്കെ ആവണം എന്നൊക്കെ പറയണം. അതാണ് എന്റെ എയിം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സിപ്പിയുടെ വളരെ വലിയൊരു സ്ട്രെങ്ത് ആണ്. വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് സിപ്പി ബിഫോർ മാരേജ്? അതുപോലെ തന്നെ തിരിച്ചു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഏറ്റവും ആദ്യം വഴക്കുണ്ടാക്കും വിചാരിച്ച ആള് സിപ്പിയാണ്. അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല ലൈക്ക്. അതായത് സിപ്പി ഭയങ്കര സാധനമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താണ് വഴക്കിടേണ്ടി വരും അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതായിട്ടാണ് പൂജ ചേച്ചി പണ്ട് ഭയങ്കര ഫാഷനബിൾ ആയിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ആള് ഇങ്ങനെ പോയി വീണ്ടും ഇങ്ങനെ വലിയ ശരിക്കും ഞാൻ അങ്ങനെ കണ്ട് സെലിബ്രിറ്റി ഇങ്ങനെ പോയി വീണ്ടും അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ വന്ന് ഞാൻ ചേല തുടങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇൻസ്റ്റന്റ് ക്ലിക്ക് ആണ്. One thing about me that surprised you later. കല്യാണം കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞിട്ട് നിന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താ നിങ്ങൾ രണ്ടുപേരെയും? ആരെ പറ്റി? സിപ്പിയെ പറ്റി എനിക്കറിയില്ല. പൂജേച്ചി ഭയങ്കര പാവാണ്, ശരിക്കും ഭയങ്കര പാവാണ്. നമ്മളിങ്ങനെ മുന്നിൽ തുടങ്ങുമ്പോഴത്തേക്ക് പൂജേച്ചി നല്ല ഫുഡിയാണ് ഗൈസ്. ഞാനും ചേച്ചിയും ഈ ഫുഡിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് വൈബ് ചെയ്യുന്നു. ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരേ ലെവൽ ഓർഡർ ചെയ്യും. പക്ഷെ ചേട്ടൻ വെട്ടി കുറയ്ക്കും, ഇതൊക്കെ എന്തിനാ വാങ്ങുന്ന എന്നൊക്കെ ചോദിക്കും. ഭയങ്കര സിപ്പിയുടെ ഞാൻ ഒന്നും ഞെട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഫുഡുണ്ട്, മേക്കപ്പ്, ഡ്രസ്, കമ്മല്, എല്ലാം ഇങ്ങനത്തെ.
നിങ്ങളുടെ ബോണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു വാക്കുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻട്രസ്റ്റി എസ്തെറ്റിക് ആ വാക്ക് പറയരുതെന്ന് ഞാൻ പറഞ്ഞു. അല്ലല്ല, ഗിൽമോർ ഗേൾസ് തീർന്നു ഗൈസ്. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഇതുവരെ കണ്ടുതന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ടാറ്റാ.